പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിനത്തിൽ ദൈവിക കൃപകൾ ധാരാളമായിട്ട് നമ്മിലേക്ക് ചൊരിയപ്പെടുന്നുണ്ട്. നമുക്ക് കുറച്ച് നന്ദി പറയാം. ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയാം. ഈശോ നൽകുന്ന വചനങ്ങൾ, കർത്താവിൻ്റെ വചനം, അത് ഹൃദയത്തിൽ സ്വന്തമാക്കിക്കൊണ്ട് ധ്യാനിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ഈശോ നിങ്ങൾക്ക് തരാനായിട്ടിരിക്കെ തന്ന വചനം യാക്കോബ് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 12 വരെയുള്ള വചനങ്ങൾ. സഹോദരരെ, കർത്താവിൻ്റെ ആഗമനം വരെ ക്ഷമയോടെ കാത്തിരിക്കുവേൻ. ഭൂമിയിൽ നിന്ന് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കൃഷിക്കാരൻ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ക്ഷമയോടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും ക്ഷമയോടെ ഇരിക്കുവിൻ. ദൃഢചിത്തരായിരിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ ആഗമനം അടുത്തിരിക്കുന്നു. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സഹോദരരെ, ഒരുവൻ മറ്റൊരുവന് വിരോധമായി പിറുപിറുക്കരുത്. ന്യായാധിപൻ ഇതാ വാതിൽക്കൽ നിൽക്കുന്നു. സഹോദരരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ സഹനത്തിൻ്റെയും ക്ഷമയുടെയും മാതൃകയായി നിങ്ങൾ സ്വീകരിക്കുകയും ഇതാ പീഡ സഹിക്കുന്നവരെ ഭാഗ്യവാന്മാരായി നാം കരുതുന്നു. ജോബിൻ്റെ ദീർഘസഹനത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കർത്താവ് അവസാനം അവനോട് എന്തു ചെയ്തുവെന്നും അവിടുന്ന് എത്രമാത്രം ദയാലുവും കാരുണ്യവാനുമാണെന്നും നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ സഹോദരരെ, സർവോപരി നിങ്ങൾ ആണയിടരുത്. സ്വർഗത്തെക്കൊണ്ടും ഭൂമിയെക്കൊണ്ടും മറ്റൊന്നിനെക്കൊണ്ടും ആണയിടരുത്. ശിക്ഷാവിധിയിൽ വീഴാതിരിക്കാൻ നിങ്ങൾ അതേ എന്ന് പറയുമ്പോൾ അതേ എന്നും, അല്ല എന്ന് പറയുമ്പോൾ എല്ലാ എന്നും ആയിരിക്കട്ടെ. തിരുവചനങ്ങളിൽ ഏറ്റവും വലുതാണ് നമ്മുടെ വാക്കുകൾ ഒത്തിരി സൂക്ഷിക്കണം. മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിനത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് പരിശുദ്ധാത്മാവ് വചനത്തിൽ പറയുന്നുണ്ട്. മനുഷ്യൻ പറയുന്ന ഓരോ വാക്കിനും അവന് അവസാനം കർത്താവിൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും വചനം പറയുന്നു. അപ്പം ഇപ്പം നമ്മൾ കേട്ട വചനത്തിൽ ഏറ്റവും അത് പറയുന്നുണ്ട്, കർത്താവിൻ്റെ ആഗമനം അടുത്തിരിക്കുന്നു. യാക്കോബ് ശ്ലീഹ നൽകുന്ന വചനം 2000 വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ വചനമാണ്. അത് കർത്താവിൻ്റെ ആഗമനത്തെ, രണ്ടാമത്തെ ആഗമനത്തെ ക്ഷമയോടെ കാത്തിരിക്കണം. കാത്തിരിപ്പാണ്. സഭ കാത്തിരിക്കുക. എന്നാണ് എപ്പോഴാണെന്നറിയില്ല, പക്ഷേ വി ഹാവ് ടു വെയിറ്റ് ഫോർ ദ ടൈം ഓഫ് ദ ലോർഡ്. വി ഹാവ് ടു വെയിറ്റ് ഫോർ ദ ടൈം. പക്ഷെ അവിടെ പറയുന്നത് ഒരു കാര്യം കൂടി കയറി പറയുന്നുണ്ട്. 9-ാമത്തെ വചനം യാക്കോബ് 5:9, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാനും എൻ്റെ സഹോദരരെ, ഒരുവൻ മറ്റൊരുവന് വിരോധമായി പിറുപിറുക്കരുത്. ഈ ജഡ്ജ്മെൻ്റ് ഇതൊരുപാട് ജഡ്ജ്മെൻ്റ് അല്ല, വിധിക്കുക. എല്ലാവരും വിധിക്കുക. നമ്മളെ വിധിക്കരുത്. നമുക്കെന്തറിയായിട്ട്, ആരെക്കുറിച്ചെന്തറിയാം? പുറമേ കാണുന്നതനുസരിച്ച് നിങ്ങൾ വിധി പറയാതെ ഇരിക്കണമെന്ന് ഈശോ പറയുന്നു. പുറമേ പറയുന്നതനുസരിച്ച് ഒരിക്കലും നമ്മൾ വിധിക്കരുത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം. നമ്മളെല്ലാവരും വിധിയാണ്, എല്ലാവരും ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ജഡ്ജ്മെൻറ്റ് കൂടുമ്പോൾ ദൈവകൃപ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, അതേ എന്ന് പറയുമ്പോൾ അതേ എന്നോ, അല്ലെങ്കിൽ അല്ല എന്നോ, അല്ല എന്നോ, ഇത് രണ്ടിലൊന്നേ പറയാവുള്ളൂ. അല്ലാതെ ഒരിക്കലും നിങ്ങൾ ആരെയും കയറി വിധിക്കരുതെന്ന് പറയുക. ഗലാത്യ 6:7 വചനം നമുക്കറിയാം. അതായത് ദൈവത്തെ ആർക്കും കബളിപ്പിക്കാൻ പറ്റില്ല. കർത്താവിനെല്ലാം അറിയാം, കർത്താവ് എല്ലാം കാണുന്നു. ഈശോയുടെ മുമ്പിലാണ് നമ്മളൊക്കെ ആയിരിക്കുന്നത്. നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്കൊരിക്കലും ആരെയും വിധിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്രമാത്രം താഴ്മയോടെ ദൈവസന്നിധി നിൽക്കാമോ അതുപോലെ നമ്മൾ താഴ്മയോടെ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മൾ ജീവിക്കാൻ തയ്യാറാകണം. അതിൻ്റെ ഹെബ്രായ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം, ഹെബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനത്തിലും ഇത് തന്നെ പറഞ്ഞു. കർത്താവിൻ്റെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അവൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ മുമ്പിൽ സർവ്വതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും കണക്ക് ബോധിപ്പിക്കേണ്ടത് ദൈവസന്നിധിയിലാണെന്നുള്ള സുബോധമുണ്ടാകും. വേറെ ആരുടെ മുമ്പിലല്ല. നമ്മളെക്കുറിച്ച് ആളുകൾ എന്തും പറഞ്ഞോട്ടെ, അപവാദമോ നല്ലതോ ചീത്തയോ എന്തും പറഞ്ഞോട്ടെ,
പക്ഷെ നമ്മുടെ മനസ്സാക്ഷി, നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സാക്ഷി ദൈവത്തിന് നിരക്കാത്തതാണ് ദൈവത്തിന് നിരക്കാത്തത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരിക്കലും പേടിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് മാത്രമല്ല, അവസാനം നമ്മൾ ദൈവസന്നിധിയിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും. അതാണ് 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 21. പ്രിയപ്പെട്ടവരെ, ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ആത്മധൈര്യമുണ്ട്. ഹൃദയം മനസാക്ഷി നമ്മെ കുറ്റപ്പെടുത്തുന്നില്ല എങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് ആത്മധൈര്യമുണ്ട്. അപ്പം ദൈവസന്നിധിയിൽ ആത്മധൈര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസാക്ഷിക്ക് യോജിക്കാത്ത പ്രവർത്തികളൊന്നും ചെയ്യുക, അതായത് ദൈവസ്വരത്തിനും ദൈവവചനത്തിനും വിരുദ്ധമായതൊന്നും നമ്മൾ അറിയാതെയോ അറിഞ്ഞോ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. 1 പത്രോസിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വചനം. നിങ്ങളെല്ലാ തിന്മയും വഞ്ചനയും കാപട്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുവിൻ. രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിന് വേണ്ടി ഇളം പൈതങ്ങളെപ്പോലെ ദാഹിക്കുവിൻ. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ അന്ത്യവിധിയെക്കുറിച്ചൊക്കെ നമ്മൾ ഈ നാളുകൾ ധ്യാനിക്കുന്നുണ്ട് ആളുകൾ. അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കണം, അത് ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. ലോകത്തിൽ അപകടങ്ങൾ, മഹാമാരികൾ വരുമ്പോൾ ഇതെല്ലാം തന്നെ യുഗാന്ത്യത്തിൻ്റെ ചില അടയാളങ്ങളാണ്. പക്ഷേ അടയാളങ്ങൾ മാത്രം, അല്ലാതെ അത് സംഭവിച്ചൊന്നുമില്ല. അടയാളങ്ങൾ മാത്രം, സൂചനകൾ മാത്രമാണ്. അപ്പോൾ ആ സൂചനകളെല്ലാം നമുക്ക് ഈ കോവിഡ് കാലം നമ്മെ പഠിപ്പിച്ച കാര്യം എന്താണ്? ആർക്ക് വേണമെങ്കിലും എന്തു വേണമെങ്കിലും എപ്പം വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും സംഭവിക്കാം. അത് പ്രായമോ പ്രായപരിധിയോ ഒന്നുമില്ല. എത്ര വലിയവനെന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഒരു നിമിഷം കൊണ്ട് എല്ലാം തകിടം മറിയും. മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം ഒരു ദിവസം കൊണ്ട്, ഒരു സെക്കൻഡ് കൊണ്ട് തീർന്നു പോകും. ഇത്രയുള്ള അപ്പോൾ അവൻ അതിനപ്പുറമുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്ക് അവൻ നിൽക്കുക. അതുകൊണ്ടാണ് പൗലോസ്ലീഹക്ക് ഇതൊക്കെ അനുഭവിച്ചത് കൊണ്ടാണ് ഫിലിപ്പി ലേഖനത്തിൻ്റെ 3:19-20 ഉദരമാണ് അവരുടെ ദൈവം, നാശമാണ് അവരുടെ അവസാനം. അതിനുശേഷം പറയും, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, അവിടെ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അർത്ഥം പൗലോസ്ലീഹ നിത്യതയിലേക്ക് ജീവിതം മാറ്റി നടുകയാണ്. നമ്മൾ പല കാര്യങ്ങളും നാളത്തെക്കുറിച്ചും നാളുകളത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അത് ചെയ്യണം, ഇത് ചെയ്യണം, ഈ പണി ചെയ്യണം, അത് പണിയണം, ആ ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ ഇവിടെ പോകണം, മക്കളെ അവിടെ വിടണം, ഇവിടെ വിടണം, ഒക്കെ ചിന്തിക്കുന്നൊരു കാലം. പക്ഷേ അതിനപ്പുറത്തേക്ക് നിത്യതയിലേക്ക് മനസ്സിനെ പറിച്ചു നട്ടവനാണ് വിശുദ്ധ പൗലോസ്ലീഹ. നിത്യജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നൊരു ആത്മീയത, അതാണ് ശരിയായത്. അല്ലാത്തൊന്നും ശരിയല്ലത്. കാരണം എപ്പോഴാണ് ദൈവം എന്നെ വിളിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ. ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ പെരുമയും ഒരു നിമിഷം കൊണ്ട് ദ്രവിച്ചു പോകുന്ന കാര്യമേ ഉള്ളൂ. അതിനപ്പുറമുള്ള നിത്യതയിലേക്ക് തിരിയാനുള്ള ഇടയാകണേ. മത്തായിയുടെ സുവിശേഷം 5:8 പറയും, ഹൃദയ ശുദ്ധതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മരിക്കുമ്പോൾ എൻ്റെ ആത്മാവിന് ദൈവത്തെ കാണാനായിട്ട് ഇടവരണമെങ്കിൽ എൻ്റെ ആത്മാവ്, എൻ്റെ മനസാക്ഷി നിർമ്മലമായിരിക്കണം, വിശുദ്ധമായിരിക്കണം, വിശുദ്ധി കൊണ്ട് നിറഞ്ഞൊരു ഹൃദയമായിരിക്കണം. എബ്രായ ലേഖനത്തിൻ്റെ 12-15 വചനം പറയുന്ന പോലെ എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീർന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ ഏസാവിനെ പോലെ നിങ്ങൾ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത്. പിന്നീട് അവൻ കണ്ണുനീരോടെ ആഗ്രഹിച്ചെങ്കിൽ അഭിലഷിച്ചെങ്കിൽ അവനത് തിരികെ ലഭിച്ചില്ല. ദൈവാനുഗ്രഹം മുഴുവൻ അവൻ നഷ്ടപ്പെട്ടു പോകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുങ്ങിയിരിക്കേണ്ട ആളുകളാണ് ഞാൻ ഒരുക്കമുള്ളവരായിരിക്കും. എങ്ങനെ ഒരുങ്ങിയിരിക്കേണ്ടത്? നിത്യതയിലേക്ക് മനസ്സിനെ പറിച്ചു നടുക. അതാണ് 1 തിമോത്തി 6:5 മുതൽ 10 വരെയുള്ള വചനം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. ഉള്ളത് കൊണ്ടുള്ള തൃപ്തിപ്പെടുന്നതില്ല. മനുഷ്യൻ്റെ ആധ്യാത്മികത മുഴുവൻ കളയുന്നത് 1 തിമോത്തി 6:10 ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ അനേകർ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്.
കൊളോസസ് ലേഖനത്തിൻ്റെ കൊളോസസ് 3:5 പറയുന്നുണ്ട്. അത് വിഗ്രഹ ആരാധന തന്നെയായ ദ്രവ്യാസക്തി, വിഗ്രഹ ആരാധന തന്നെയായ ദ്രവ്യാസക്തി. 1 കൊരിന്ത്യർ 9:27 പറ, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കാൻ എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെയൊക്കെ ഹൃദയമൊക്കെ നമ്മൾ ഈശോയ്ക്ക് മുഴുവൻ വിട്ടുകൊടുക്കണം, മുഴുവൻ ദൈവവചനത്തിനായിട്ട് സമർപ്പിച്ച് ഒരു ആത്മീയ ജീവൻ നയിക്കണം. 2 കൊരിന്ത്യർ 5:8 പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്, ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതാണ് ആഗ്രഹം. ഈ ആഗ്രഹം വിട്ടിട്ട് ഇന്നല്ലേ നാളെ കൈവിട്ടു പോകുന്ന ലോകസുഖങ്ങൾക്ക് വേണ്ടി ജീവിതം കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ജീവിതം കളയുകയാണ്, ഒരു ജീവിതം തന്നെ നശിപ്പിക്കുന്ന ആൾക്കാരെ ഞാൻ കാണുന്നു. ഒരു ജീവിതം മുഴുവൻ തന്നെ നശിപ്പിച്ച് കളയുന്ന ഒരുപാട് ബുദ്ധിജീവികളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ചെയ്യുക. ഒരു ജീവിതം മുഴുവൻ തന്നെ നശിപ്പിച്ച് കളയുക. ഇവിടെ കാണാൻ പറ്റും, തിരുവചനം വായിക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വലിയൊരു കൃപയുടെ വചനമാണ് ജ്ഞാനം 15:9 അല്പകാലം മുമ്പ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവനും വീണ്ടും അല്പകാലം കഴിയുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിച്ചിട്ട് മണ്ണിലേക്ക് മടങ്ങേണ്ട മനുഷ്യനാണ് അതേ മണ്ണിൽ നിന്ന് വ്യാജ വിഗ്രഹങ്ങളെ മെനയുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 41:12-13 വചനം, ശരിക്കും അത് 10 മുതൽ 13 വരെയുള്ള വചനം. പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു, പാപികളുടെ പേര് പോലും മാഞ്ഞു പോകും. സൽകീർത്തിയിൽ ശ്രദ്ധാലുവായിരിക്കുക, 1000 സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അത് അക്ഷയമാണ്. നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ പരിമിതമത്രേ, നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ പരിമിതമത്രേ. വീണ്ടും സങ്കീർത്തനത്തിൽ 116 സങ്കീർത്തനം 116 പരിശുദ്ധാത്മാവ് നമ്മെ വലിയ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുന്നൊരു വചനമുണ്ട്. സങ്കീർത്തനം 116 അവിടെ പറയുന്നുണ്ട്, കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ എന്തു കൊടുക്കും. അവിടെ വചനം സങ്കീർത്തനം 116:18-15-16-17 വചനം. തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. അവിടെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. കർത്താവ്, ഞാൻ അവിടുത്തെ ദാസനാണ്, അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രന് തന്നെ. അവിടുന്ന് എൻ്റെ ബന്ധനങ്ങൾ തകർത്തു. ഈ ബന്ധനങ്ങൾ എന്താണ്? ഈ ലോകാരൂപിയോടുള്ള എൻ്റെ ബന്ധം അത് തകർക്കണം. തകർന്നിട്ട് എൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ പക്കലേക്ക് പറന്നുയരാനായിട്ട് ഞാൻ ശ്രമിക്കണം. അതിനുവേണ്ടിയുള്ളൊരു സമർപ്പണമാണ് നമ്മൾ സംഭവിക്കേണ്ടത്. സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 7-8 വചനം, നീർത്തൊട്ടിയുടെ ചക്രം തകരും, ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും, ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. സഭാപ്രസംഗകൻ പറയുന്നു, സർവ്വതും മിഥ്യ, സമസ്തവും മിഥ്യ എന്ന് പറയുക. അപ്പോൾ എന്ന് പറഞ്ഞു വന്നത്, നമുക്ക് ഈ ഈശോയുടെ ദ്വിതീയ ആഗമനത്തെക്കുറിച്ചുള്ള ഒരുപാട് ധ്യാനങ്ങൾ നടക്കുമ്പോൾ ഞാൻ എന്നെക്കുറിച്ചൊന്നും ദീർഘമായിട്ടോ ദൈവിക രഹസ്യങ്ങളോ വെളിപാടുകൾ തലങ്ങളൊന്നും പറയുന്നില്ല. വചനത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്. യാക്കോബ് ലേഖനം 5:9, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സഹോദരരെ ഒരുവൻ മറ്റൊരുവന് വിരോധമായി പിറുപിറുക്കരുത്. പിറുപിറുപ്പിൻ്റെ നാളുകളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, നീതി നഷ്ടപ്പെട്ട ആളുകൾ നമ്മൾ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം നമുക്കറിഞ്ഞുകൂടാ. ഓരോരുത്തൻ്റെയും പ്രവർത്തികളുടെ അതിൻ്റെ ശരിയും തെറ്റും വ്യാഖ്യാനിക്കാൻ മാത്രം മനുഷ്യൻ വളർന്നിട്ടില്ല. അത് ദൈവത്തിന് മാത്രമേ അറിയൂ. ദൈവിക രഹസ്യമാണത്. അപ്പോൾ അതെല്ലാം വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. പിറുപിറുക്ക് പാപം ചെയ്യുമ്പോൾ അത് ഓരോ വാക്കിനും, മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിനത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഉറപ്പാണ്. അതിനുശേഷം പറയാണ്, ന്യായാധിപൻ ഇതാ വാതിക്കൽ നിൽക്കുന്നു. ന്യായാധിപൻ, അത് ശരിക്കും ന്യായാധിപൻ ഓരോരുത്തർക്കും അവനവൻ്റെ വാക്കിനും പ്രവർത്തിക്കും ചിന്തകൾക്കും രഹസ്യവും പരസ്യവുമായ നടപടികൾക്കും തക്കവിധം വിധിക്കുന്നത് ദൈവമാണെന്നുള്ള വചനം വരിക. വിധിക്കുന്നവൻ ദൈവമാകും, നമ്മളല്ല. നമുക്കറിയാം, യോസേപ്പ് പിതാവിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ യോസേപ്പ് പിതാവിനെ രക്ഷാകര ചരിത്രത്തിൽ തിരഞ്ഞെടുക്കാൻ കാരണം ഒറ്റ കാരണമേ പറയുന്നുള്ളൂ, അവൻ നീതിമാനായിരുന്നു. അവൻ ആരോടും അനീതി കാണിച്ചിട്ടില്ല. ദൈവത്തോട് അനീതിയില്ല, ജീവിത പങ്കാളിയോട് അനീതിയില്ല, തൻ്റെ കുടുംബത്തോട് അനീതിയില്ല.
ആരോടും അനീതി കാണിക്കാത്തൊരു മനുഷ്യൻ, പാപികളോട് അനീതി കരുണ കാണിക്കുന്നു. കരുണ അവിടെ നീതിയാണ്. ആ കരുണയൊന്ന് കറച്ചാൽ ഞാനത് വിധിക്കാൻ, ഹൗ ആം ഐ ടു ജഡ്ജ് ദം? അപ്പം ഈ ഉയർന്ന കൃപ നിറഞ്ഞ വ്യക്തികൾ, അപ്പം അവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. നീതിബോധമില്ലാതെ നമ്മൾ എന്തെല്ലാം പുണ്യപ്രവർത്തി അത് ചെയ്തു ഇത് ചെയ്തു, ഞാൻ ഒരുപാട് കാര്യം ചെയ്തു, ഒരു നീതിയില്ല മനുഷ്യൻ്റെ ജീവിതത്തിൽ, അവളുടെ ജീവിതത്തിൽ, ആ കുടുംബത്തിന് നീതിയില്ല, നീതിബോധമില്ല. ഒറ്റ കാരണം മതി, മുഴുവൻ നന്മകളും തകർന്നു പോകും. പലപ്പോഴും നമ്മൾ ഓർക്കേ ചില സംഭവങ്ങൾ, ലോകത്തിൽ ചില സത്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ദൈവത്തെ പരിഹസിക്കുന്നു. ഗോഡ്സ് പ്ലാൻ. എപ്പോഴും സഹനത്തിനെല്ലാം കൊടുക്കേണ്ട ഒരു മറുപടിയുണ്ട്. ദൈവ പദ്ധതിയാണത്. ആ പദ്ധതിയുടെ അർത്ഥം നമുക്കൊന്നും മനസ്സിലാവില്ല, നമ്മൾ മനസ്സിലാക്കാൻ ചിലപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നുമില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇങ്ങനെ സഹനം എടുക്കുന്ന ആളുകളെ ദൈവം അവർക്ക് ശക്തി കൊടുക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. എ സൂപ്പർ നാച്ചുറൽ പവർ ടു ഓവർകം, ടു ക്യാരി ദറ്റ് ക്രോസ്. ആ കുരിശെടുക്കാൻ ഒരു പ്രത്യേക ശക്തി ദൈവം കൊടുക്കാറുണ്ട്. വേറെ ആർക്കും ഇല്ലാത്തൊരു പവർ, ഒരു മനുഷ്യർക്കും കിട്ടാത്തൊരു പവർ, ഒരു വ്യക്തിക്കും സാധിക്കില്ലാത്തൊരു ശക്തി. ഏത് കുരിശ് വന്നാൽ അതെടുക്കാനൊരു സ്പെഷ്യൽ ഗ്രേസ് അതവർ കൊടുക്കും. പക്ഷേ കുരിശ് ശക്തി കൊടുക്കുന്നില്ലാതെ കുരിശെടുത്ത് മാറ്റുന്നില്ല. കുരിശെടുക്കാനുള്ള പവർ കൊടുക്കും, പക്ഷേ കുരിശ് മാറ്റുന്നില്ലെങ്കിൽ ഓർത്തോണം, ഈശോയുടെ പീഡാസഹനത്തോട് ചേർന്നുള്ളൊരു ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. കർത്താവ് അവസാനം അവനോട് എന്തു ചെയ്തുവെന്നും അവിടുന്ന് എത്രമാത്രം ദയയും കാരുണ്യമുള്ളവനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ സഹോദരരെ, സർവോപരി നിങ്ങൾ ആണയിടരുത്. സ്വർഗത്തെക്കൊണ്ടും ഭൂമിയെക്കൊണ്ടും മറ്റൊന്നിനെക്കൊണ്ടും നിങ്ങൾ വാക്കിങ്ങനെ ആണയിടുമ്പോൾ പറയും. ചെല്ലുണ്ട് ആണയിട്ട് പറയും, ആണയിട്ട് പറയാം അപ്പൻ്റെ പേര്, അപ്പൻ്റെ തല കഴിച്ച് അവിടെ ഒന്നും ചെയ്യരുത്, ചെയ്യരുത് പറയുകയാണ്. ശിക്ഷാവിധിയിൽ വീഴാതിരിക്കുക നിങ്ങൾ അതേ എന്ന് പറയുമ്പോൾ അതേ എന്ന് അല്ല, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമേ അതേ എന്ന് പറയാം, അറിയത്തില്ലാത്ത അറിയത്തില്ലെന്ന് പറയുക. ശിക്ഷ അല്ലെങ്കിൽ ശിക്ഷാവിധിയിൽ വീഴും, ശിക്ഷ കിട്ടുമെന്ന് പറയാം. അതുകൊണ്ട് ഒത്തിരി ജഡ്ജിമാരുടെ ലോകമാണ്. എവിടെ ഇറങ്ങിയാലും എല്ലാം ജഡ്ജിമാരാണ്. മുഴുവൻ നാട്ടിലും സമൂഹത്തിലും ചിലപ്പോൾ സഭയിലും സമൂഹം എല്ലായിടും ജഡ്ജിമാരുടെ ലോകം. പക്ഷേ സൂക്ഷിച്ചോളൂ, ന്യായാധിപൻ, യഥാർത്ഥ ന്യായാധിപൻ വാതിക്കൽ നിൽക്കുന്നു. അവൻ്റെ വിധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഓരോ വാക്കും നീതി ഉണ്ടായിരിക്കണം. നുണ പറയരുത്, അപവാദം പറഞ്ഞു വരുത്തരുത്. ഇന്ന് ഫേസ്ബുക്കും വാട്സപ്പിൻ്റെയും കാലഘട്ടം, എങ്ങനെയെങ്കിലും ഒരുവനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഏത് രീതിയിൽ അപവാദം കേൾക്കുമ്പം ഒരു വ്യക്തിയോട് നീ അനീതിയാണ് കാണിക്കുന്നെങ്കിൽ നിനക്കും അത് പ്രതിഫലം വരും, ഉറപ്പാണത്. ദൈവം വൈകിട്ടൊന്നുമില്ല, വരും. വരിക എന്ന് പറഞ്ഞാൽ അവൻ വരിക തന്നെ ചെയ്യും. ആ നീതിവിധിയാണ് ദൈവമാണ്. എനിക്ക് ഈശോ 1914 മുതൽ എനിക്ക് ഒരുപാട് പരിശുദ്ധാത്മാവിൻ്റെ വെളിപാടുകൾ കിട്ടാറുണ്ടായിരുന്നു. അപ്പം അതിൽ മുഴുവൻ ഞാൻ കണ്ടത് വെളിപ്പെട്ട് കിട്ടിയത്, എനിക്കത് വെളിപ്പെടുത്താൻ എനിക്ക് അനുവാദമില്ല, പരിശുദ്ധാത്മാവിനെ അനുവദിച്ചിട്ടില്ല. ചിലതൊക്കെ അത്യാവശ്യമൊക്കെ പറയാനും ഇപ്പോൾ ഒന്നും പറയാൻ അനുവാദമില്ല. ഈ നാളുകൾ ഈശോവനൊന്നും പറഞ്ഞേക്കരുത്, സ്വപ്നദർശനമായിട്ടാകാം അല്ലാതെ കിട്ടുക പറയുന്നതാണ്. 2017 ശേഷം പറയും ഒരു ന്യായവിധിയുടെ കാലഘട്ടം ലോകത്തിലുണ്ടാകും. എല്ലാം തകിടം മറിയും. അതൊന്നും ആയിട്ടില്ല, മുഴുവൻ തീരണം. ദൈവത്തിൻ്റെ ആ വിധി ഓരോരുത്തരുടെ മേലും, സമൂഹത്തിൻ്റെ മേൽ, ദേശത്തിൻ്റെ മേൽ, രാജ്യങ്ങളുടെ മേൽ ഓരോ ആളുകൾ വരും. അത് ടൈമുണ്ട്, അത്ര നാളൊന്നും 10 വർഷങ്ങളൊന്നും അറിയൂടാ. ഇതൊരു രഹസ്യം. അപ്പോൾ മനുഷ്യൻ്റെ കണക്കൂട്ടലും എനിക്കിതൊക്കെ ലോകത്ത് കേൾക്ക് സംഭവിക്കുമ്പോൾ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്താണ്. കാരണം എന്തോ ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നമുക്കാർക്കും മനസ്സിലാക്കാനുള്ള ശേഷിയില്ല. പിന്നീട് മനസ്സിലാവും. ഇതൊന്നും ഇതൊക്കെ പിന്നീട് എല്ലാവർക്കും മനസ്സിലാവും, എല്ലാം വ്യക്തതയോടെ മനസ്സിലാവും എന്താണ് ഈ സംഭവിക്കുന്നത്. ദൈവം തൻ്റെ ജനത്തെ വീണ്ടെടുക്കുന്ന സുന്ദരമായ കാലഘട്ടത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഡെലിവേഴ്സ് പ്രയറിലേക്ക് പ്രവേശിക്കാം. അതുകൊണ്ട് ഓരോ സഹനത്തിൻ്റെ പിന്നിലും ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ആ പദ്ധതിയോട് നന്ദി പറയാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല വിടുതൽ ഈ സമയം സംഭവിക്കാൻ പോകുന്ന ആരാധന സമയത്ത് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നീ എൻ്റെ വൈദ്യനും
പ്രാർത്ഥിച്ച് നീ എൻ്റെ രക്ഷകൻ, തുറന്ന ഹൃദയത്തോടെ പ്രാർത്ഥിച്ച് നീ എൻ്റെ വൈദ്യനും, നീ എൻ്റെ ആശ്വാസവും, നീ എൻ്റെ ആരാധിക്കാൻ ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമായി അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും ഓരോ കുടുംബത്തെ ഓരോ മകനെ മകളെ സർവ്വവുമായി അടിയനിതാ. ഓ ദൈവമേ അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ. സ്തുതിക്കുന്ന എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും പാപവൈശാസിക പീഡകളും രോഗങ്ങളും എല്ലാം ഈശോയുടെ സാന്നിധ്യം ഇപ്പോൾ വെളിപ്പെടുന്നു. ഓരോ വ്യക്തിയിലും വെളിപ്പെടുന്നു, ഓരോ കുടുംബത്തിലും വെളിപ്പെടുന്നു, ഓരോ മകളിലും മകളിലും വെളിപ്പെടുന്നു. ഹല്ലേലൂയ, 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 സകല തടസ്സങ്ങളും രോഗങ്ങളും പാപങ്ങളും അസ്വസ്ഥതകളും നിരാശനമാണ് ഈശോയുടെ സ്നേഹം പൊതിയിട്ട് എല്ലാ ഹൃദയങ്ങളും കരങ്ങൾ വിരിച്ചു പിടിച്ച്